ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഞങ്ങൾ ചോദിക്കും ആരുടെ ഇവിടെ ഗോപാലകൃഷ്ണൻ ആക്കളെ ഇവിടെ ഗോപാലകൃഷ്ണൻ ഞങ്ങൾ നേരെ പോരിന് വന്നാൽ അടിച്ചതിന്റെ നട്ടല്ലൂരി അയ്യാരത്തിന് വിളവാക്കോ പറയുന്നതാരെന്നറിയാമോ അയ്യാരത്തിന് വിളവാക്കോ പറയുന്നതാരെന്നറിയാമോ അയ്യങ്കാളുടെ പട്ടാളം അയ്യങ്കാളുടെ പട്ടാളം ആരുടെ ഇവിടെ സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും ഓർത്ത് കളിച്ചോ അടൂര് കാക്കിപ്പുഴയെ കാവൽ നിർത്തി കാക്കിപ്പുഴയെ കാവൽ നിർത്തി റോഡിലിറങ്ങി നടക്കാമെന്ന് ആരും തന്നെ കരുതണ്ട ഗോപാലകൃഷ്ണ മൂരാച്ചി പട്ടികജാതി പട്ടികവർഗ തമിഴായമാരെ അധിക്ഷേപിക്കാൻ ആരുടെ ഇവിടെ ഗോപാലകൃഷ്ണൻ KSD എന്താണ് ഗോപാലകൃഷ്ണ മൂരാച്ചി പട്ടികജാതി പട്ടികവർഗ തമിഴായമാരെ അധിക്ഷേപിക്കാൻ ആരുടെ ഇവിടെ ഗോപാലകൃഷ്ണൻ KSD എന്താണ് KFCD എന്താണ് അടൂരിന്റെ കുത്തകയോ KFCD എന്താണ് അടൂരിന്റെ കുത്തകയോ സിന്ദാബാദ് പ്രതിഷേധം അടൂരിനെതിരെ പ്രതിഷേധം KPMS സിന്ദാബാദ് KPMS സിന്ദാബാദ് KPMS സിന്ദാബാദ് KPMS സിന്ദാബാദ് പോരിന് വന്നാൽ അടുത്തതിന്റെ നട്ടല്ലൂരി അമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കും പറയുന്നതാരെന്നറിയാമോ അയ്യങ്കാളുടെ പട്ടാളം KPMS സിന്ദാബാദ് അടൂർ ഗോപാലകൃഷ്ണപിള്ള മൂരാച്ചി ഞങ്ങൾക്ക് നന്നായി അറിയാം അടൂർ ഗോപാലകൃഷ്ണൻ മലയാള സിനിമയെ ലോകോത്തരമായി മാറ്റുന്നതിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു സംവിധായകനാണെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ കലാമേന്മയെ പറ്റിയൊന്നും ഞാൻ ഇവിടെ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ KPMSന്റെ പല പരിപാടികളിലും ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ വസതിയിൽ വന്ന് ഞാനിരുന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുപോയി KPMSന്റെ പ്രോഗ്രാമിലൊക്കെ അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അന്നും ഞങ്ങൾ വിചാരിച്ചത് അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ എന്നാണ് വിചാരിച്ചത്. ആ നല്ല മനുഷ്യനിൽ നിന്നാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പുറത്ത് വരുന്നത്. കേരളത്തിലെ അധസ്ഥിത ജനവിഭാഗം എന്തു ചെയ്യണം? ഇപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ ജാതി ചിന്ത ഉറഞ്ഞു തുള്ളുന്നുണ്ട്. എല്ലാവരെയും ഒരുപോലെ കാണണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്.
അവിടെ സവർണനെന്നോ ദളിതനെന്നോ അവർണനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പൊതുവ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും സമഭാവനയോടുകൂടി ഐക്യതയോടുകൂടി ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനൊക്കെ വിഘാതം സൃഷ്ടിക്കുന്നത് ഇത്തരത്തിൽ ഗോപാലന്മാരെ പോലെയുള്ള ആളുകളാണ്. ഞങ്ങൾ നടത്തിയ ഈ സമരം വെറുമൊരു സൂചനാ സമരം മാത്രമാണ്. വരുന്ന ആളുകളിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. APUS നേതൃത്വം സംഘടനാ തീരുമാനമാക്കിക്കൊണ്ട് ഏതാനും ദിവസങ്ങൾക്കകം പരാതി കൊടുക്കുന്നുണ്ട്. പോലീസിന് അതിന് നിയമ ഉപദേശം കിട്ടണമെന്നാണ് പോലീസ് പറയുന്നത്. പട്ടിക വിഭാഗത്തിലോ അല്ലെങ്കിൽ അസംഘടിതരായോ ആരുടെയെങ്കിലും പേരിൽ ഒരു പരാതി കിട്ടിയാൽ ആ പരാതി പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട് കേസെടുത്ത് അവനെ അകത്താക്കുവാൻ പോലീസിന് വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എല്ലാവരും കൽക്കത്തത്തിനെ പട്ടികജാതിക്കരെ അധിക്ഷേപിച്ച അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കുവാൻ മ്യൂസിയം പോലീസിന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്, നിയമോപദേശം കിട്ടേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം തീർച്ചയായിട്ടും അതൊക്കെ തന്നെ കേരള ഗവൺമെന്റ് നിർദ്ദേശപ്രകാരമാണ് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീർച്ചയായിട്ടും പറയുകയാണ്, ഈ നാട് ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ, ഈ സർക്കാരിന്റെ ഇത്തരം നയങ്ങൾ, ആ നയങ്ങൾക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മറുപടി പറയേണ്ടി വരും. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അസംബ്ലി തിരഞ്ഞെടുപ്പും ഉടൻ തന്നെ നടക്കും. ഈ ഗവൺമെന്റ് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അവരുടെ നയങ്ങളൊക്കെ തന്നെ പട്ടികജാതി ജനവിഭാഗങ്ങളുടെ എതിർപ്പാണ് പലപ്പോഴും പ്രകടമാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടൂർ ഗോപാലകൃഷ്ണനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണം. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും അദ്ദേഹം ഇപ്പോഴും താൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ അഭിപ്രായം പിൻവലിച്ച് കേരള ജനതയോട് മാപ്പ് പറയണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്.